നമുക്കിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻറ്ററിലോട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ 4 ബോക്സ് പോലെ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4 അതിനെക്കാട്ടിയും കുറച്ച് വലിയ ബുക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6 8 അങ്ങനെ നമ്മൾ ഇഷ്ടത്തിന് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈറ്റ് ഷേപ്പ് ഇല്ലാത്ത സാധനം വരച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമ്മൾ കൈ എങ്ങനെ പോകണം അതിനനുസരിച്ചിട്ട് ഫ്ലോക്ക് അങ്ങനെ വരച്ചെടുത്താൽ മതി. അങ്ങനെ അത് ഫുള്ള് വരച്ചിട്ട് ഫുള്ളാക്കാം. പിന്നെ നമ്മൾ ഓരോരോ ബോക്സ് ആക്കി കണ്ടിട്ട് വരച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മൾ ഫസ്റ്റിലെ ബോക്സിൽ എന്ത് ചെയ്ത് നമ്മൾ ആ വരച്ച സാധനത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ എന്ത് ചെയ്ത് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കുള്ള ബോക്സിക്ക് കളർ അടിക്കാതെ നിൽക്കുക. ആ കള്ളീൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് മാത്രം ഫുൾ കളർ ചെയ്ത് കൊടുക്കുക. എൻ്റെ അപ്പുറത്തേക്ക് ആ സാധനം പോയിട്ടുണ്ടാകും, പക്ഷേ അത് കളർ ചെയ്ത് കൊടുക്കരുത്. ഞാനത് ഇത്തിരി കളർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് കണ്ടം വന്നത്. ശ്രദ്ധിക്കാതെ കൊണ്ട് കണ്ടിട്ടാണ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇനിയിപ്പോൾ വെറുതെ മാറ്റി വരയ്ക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അയ്മനായിട്ട് ഫുള്ളായിട്ട് വരച്ചെടുത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് അധികം ടൈമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രണ്ടായിട്ടാണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ബോക്സ് നമ്മൾ ഫുൾ കളർ ചെയ്തെടുത്തില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ബോക്സ് എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം കളർ ചെയ്യുക, ഉള്ളിൽ കളർ ചെയ്യാതെ. മൂന്നാമത്തതും രണ്ടാമത്തെ ബോക്സിൻ്റെ പോലെ തന്നെ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് മാത്രം കളർ ചെയ്യുക. ഇനി നാലാമത്തെ ബോക്സ് സെയിം ഫസ്റ്റത്തെ ബോക്സ് പോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യാതെ മറ്റേ ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ സാധനം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്തൊന്ന് കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.